ഏവർക്കും മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ഡെസിമൽ ഫോംസ് അല്ലെങ്കിൽ ദശാംശ രൂപങ്ങൾ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ടെക്സ്റ്റിൽ 26ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന തൊട്ട് മുന്നത്തെ ക്ലാസ് ചെയ്തുകൊണ്ടിരുന്ന അതേ പ്രോബ്ലം തന്നെയാണ്. ഞാൻ ഒരു 5 പ്രോബ്ലം ഉണ്ട്, അതിൽ ഒരെണ്ണം ഞാൻ ചെയ്യും. ഒരേ മോഡൽ ഒരു 4-5 പ്രോബ്ലം ഉണ്ട്, ബാക്കി നിങ്ങൾ ചെയ്യുക. നമ്മൾ ചെയ്ത അതേ മോഡൽ തന്നെയാണ്, അതിനേക്കാളും കുറച്ച് ചെറിയ പ്രോബ്ലംസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിനോമിനേറ്റർ 160 വരുന്നത് 400 വരുന്നതൊക്കെ നമ്മൾ ചെയ്തത്. അപ്പൊ അതിനും ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിക്കും. സെയിം മോഡൽ അതേപോലെ ചെയ്യുക. നോക്കുക, 3/40 എന്ന എന്ന ഫ്രാക്ഷനെ എന്ത് ചെയ്യണം? ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പൊ ഒരു 7 ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും ഇത് തന്നെ ചെയ്തോണ്ടിരിക്കും. ആവർത്തന വ്യവസ്ഥ ഒഴിവാക്കാൻ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. 3/40 എന്ന ഫ്രാക്ഷനെ ഭിന്നസംഖ്യയെ എന്ത് ചെയ്യണം? ഡെസിമൽ ഫോമിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഡിനോമിനേറ്റർ 10ന്റെ പവർ ആണോ നോക്കി, അല്ല. 10, 100, 1000 ഒന്നും അല്ല, 40 വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞിരിക്കുന്നത്? 40നെ ഇനി 100 ആക്കുന്ന എങ്ങനെയാണെന്നോ 1000 ആക്കുന്ന എങ്ങനെയാണെന്നോ ഒക്കെ ആലോചിച്ച് നോക്കുക. അതിനേക്കാളും നല്ലതാണ് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്, പ്രൈം ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ ഘടകക്രിയ ചെയ്ത് നോക്കണം എന്ന് പറയാം. നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ 40ന്റെ ആ 0നെ നമുക്കൊന്ന് മാറ്റി എഴുതാം. 3/4 × 10 എന്ന് എഴുതാം. ഈ 40നെ എങ്ങനെ എഴുതാം? 4 × 10 എന്ന് എഴുതാം. ഈ 4നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. പ്രൈം ഫാക്ടറൈസേഷൻ ഒന്നും വേണ്ട, അതിന്റെ കാര്യമില്ല, നിങ്ങൾക്ക് അറിയാം. 2, 2 എന്ന് എഴുതാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ 3/2 × 2 × 10 എന്ന് വരും. ടെക്സ്റ്റിൽ ഒരു പ്രോബ്ലം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ഹയർ ക്വസ്റ്റ്യൻസിന്റെ ചെറിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കി, ഇവിടെ നോക്കുക, 2 × 2 × 10 എന്നാണ്. അപ്പൊ 2ന് ജോഡിയായിട്ട് ആരെ കൊടുക്കണ്ട? 5നെ കൊടുക്കണം, അല്ലയോ? അപ്പൊ മുകളില് 3, 3 ഇനി 2 × 5 എന്ന് എഴുതുക. 2 × 5 ഇൻറ്റു അടുത്ത പറ. ആ 2ന് എത്ര തന്നെ ജോഡി കൊടുക്കുക? 5 തന്നെ കൊടുക്കുക, ഇൻറ്റു 10. കണ്ടോ? അപ്പൊ താഴെ 2 5കൾ നമുക്ക് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് മുകളിൽ കൊടുക്കണം. കണ്ടോ? ഇത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ പറഞ്ഞ എങ്ങനെയാ ചെയ്യേണ്ടത്? പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. 5 × 5 25 ആണ്. 25 × 3 75 ആണ്. ഡിവൈഡഡ് ബൈ. ഇനി അടുത്തൊന്ന് പറഞ്ഞേ. 5 × 2 10 ആണ്. 10 × 10 × 10 എന്ന് വരും. കണ്ടോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എങ്ങനെ? 75 ഡിവൈഡഡ് ബൈ 10 × 10 100 ആണ്. 100 × 10 1000 ആണെന്ന് എഴുതാം. കണ്ടോ? അപ്പൊ ഇനി 75നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എങ്ങനെ? അപ്പൊ നോക്കുക, ശ്രദ്ധിക്കുക. 3 0 1000-നുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെ ഡെസിമൽ കഴിഞ്ഞ് 3 സംഖ്യയാക്കി മാറ്റുക. 2 സംഖ്യ ഇവിടെ ഉണ്ട്, അപ്പൊ ഒരു 0 കൂടെ കൊടുക്കുക. 0.075 എന്ന് കിട്ടും. അപ്പോ ടെക്സ്റ്റിലെ 3/40 എന്ന ക്വസ്റ്റിനാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ അതേപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഈ മോഡൽ ക്വസ്റ്റ്യൻ 40 തന്നെ വരുന്ന ചില ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, അറിഞ്ഞാത്തവർക്ക് വേണ്ടി പറയാം. 40 നമ്മൾ എന്ത് ചെയ്തു? 4 × 10 എന്ന് എഴുതി. ഈ 4നെ ഞാൻ അതിന്റെ ഉള്ളിൽ 2 × 2 എന്നാണ് നടക്കുന്നത്. നമുക്ക് ഈ 2നെ എല്ലാം എന്താണ് 10 ആക്കി മാറ്റാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ 2ന് 10 ആക്കി എന്ത് ചെയ്യുമ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ മൾട്ടിപ്ലിക്കേഷൻ മുകളിലും ചെയ്തു, ഈ സെയിം ആൻസർ കിട്ടി. അപ്പൊ 75/1000 എന്ന് കിട്ടി, 0.075 എന്ന് കിട്ടി. ഇവിടെ ബാക്കി ഒരു 3-4 ക്വസ്റ്റ്യൻ കിടപ്പോൾ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യനും കൂടി ഇനിയുണ്ട്. 40 വരുന്നത്, 20 വരുന്നത്, 80 വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം, 16 വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്ത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ. അപ്പൊ പറഞ്ഞിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യനാണ്, റൈറ്റ് ദി ഡെസിമൽ ഫോം ഓഫ് ദി ഗിവൺ സംസ്. താഴെ തന്നിരിക്കുന്ന തുകകളുടെ ദശാംശ രൂപം കണ്ടെത്തുക. താഴെ നമുക്ക് അറിയാവുന്ന കുറച്ച് കണ്ടോ. 1/5 അറിയാം, 1/25 അറിയാം, കണ്ടിട്ടുണ്ട്. 1/125 കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള 2-3 സംഖ്യകളുടെ തുകയായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കണം. 1/5ന്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കാൻ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. 1/25 നിങ്ങൾക്കും അറിയാം, 1/125 ചെയ്യാൻ അറിയാം. ഇത് 3 കൂടെ അറിയാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. വേറെ 1-2 രീതിയിൽ ചെയ്യാം. ഞാനിപ്പോ എനിക്ക് അറിയാവുന്ന രീതിയിൽ 1/5ന്റെയും 1/125ന്റെയും 1/25ന്റെയും ഡെസിമൽ ഫോം ആദ്യം കണ്ടുപിടിച്ചിടാം. എന്നിട്ട് സം കണ്ടുപിടിച്ചോ. ആദ്യം എന്ത് ചെയ്യാം? 1/5 പെട്ടെന്നോട്ടെന്ന് പറയണേ. 1/5 കണ്ടുപിടിക്കാൻ പോവാണ്. പറ, 5നോട് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 10ന്റെ പവർ കിട്ടുന്നത്? 10 കിട്ടുന്നത് ഏത് നമ്പർ കൊണ്ടാണ്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 × 2. മുകളിലൊപ്പം എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 2/10 എന്ന് കിട്ടും. 2/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.2 ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1/5 എന്ന് പറയുന്ന ഡിനോമിനേറ്റർ ആണ്. 5നെ 10 ആക്കാൻ പറ്റുമോ നോക്കി, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മുകളിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2/10. 2/10നെ എങ്ങനെ എഴുതാം? ഒരു 0 ആണുള്ളത്, അപ്പൊ ഡെസിമൽ കഴിഞ്ഞ് ഒരു സ്ഥാനം മതി. അടുത്തത് 1/25. 1/25 ആലോചിച്ച് നോക്കുക.
25-നെ 10ന്റെ പവറുകളാക്കാൻ പറ്റുമോ? 25-ന് ഇനി എന്തായാലും 10 ആക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇനി 100 ആക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെ ആലോചിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. 25-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നോക്കേണ്ടത് 3 ആണ്. 3 കൊണ്ടും പറ്റത്തില്ല. പിന്നെ നോക്കേണ്ടത് 5 കൊണ്ടാണ്. 5 കൊണ്ട് പറ്റും. 25-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. വീണ്ടും 5 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നെന്ന് കിട്ടും. അപ്പൊ എന്ത് ചെയ്യണം? 1/25 വരെ എന്ത് കൊടുക്കണം? 5 × 5 എന്ന് കൊടുക്കണം. കണ്ടോ? അപ്പൊ ഇനി പറ, ഡിനോമിനേറ്ററിൽ 5കളെ കിടക്കുന്നത്. 5കളിലൂടെ ആരുടെ പറഞ്ഞു വിടേണ്ടത്? 2-നെ പറഞ്ഞു വിട്ടാൽ 10 ആയിക്കോളും കേട്ടോ. അപ്പൊ നോക്കുക, 5 × 5 എന്ന് നടക്കുന്നു. ഓരോ 5-നും 2 ജോഡിയായിട്ട് കൊടുക്കേണ്ടത്. 5 × 2 10 ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? 5 × 2 ഇൻറ്റു ഈ 5-ന് ജോഡിയായിട്ട് 2-നെ കൊടുത്തു. വീണ്ടും 5-ന് ജോഡിയായിട്ട് വീണ്ടും 2-നെ കൊടുക്കാം. എടാ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമ്മൾ ഇത് തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് 5-നോട് 2 ഗുണിച്ചാൽ 10 കിട്ടും. നമുക്ക് 10ന്റെ പവറുകൾ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. 10കൾ എത്ര വന്നാലും ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രം. അപ്പൊ മുകളിൽ എന്താ എഴുതണ്ട? 1 ഇൻറ്റു 5-ന് പകരം നമ്മൾ കൊടുത്ത 2 × 2 ആണ്. ആ 2 × 2 എഴുതുക. കണ്ടോ? അപ്പൊ മുകളിൽ എന്തോരും? മുകളിൽ 4 വരും. ഡിനോമിനേറ്ററിൽ എന്തോരും? 5 × 2 10 ആണ്. വീണ്ടും ഒരു 10 ഉണ്ട്. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 100 കിട്ടും. 4/100 എങ്ങനെ എഴുതാം? ഡിനോമിനേറ്ററിൽ 2 0 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഡെസിമൽ കഴിഞ്ഞ് 2 പ്ലേസ് വരണം. അപ്പൊ എങ്ങനെ എഴുതാം? 0.04 എന്ന് എഴുതാം. 100 ഹരിക്കുന്നതിന് പറ്റി എന്ത് ചെയ്താൽ നീ പറഞ്ഞത്? ഡെസിമൽ കഴിഞ്ഞ് 2 പ്ലേസ് വരത്തക്ക രീതിയിൽ എന്ത് ചെയ്യണം? എഴുതാം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. 1/125. 125-നെ എന്ത് ചെയ്യണം? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ സോറി, 1-നെ 125 ഡിവൈഡ് 1/125 എന്ന് വരും. അപ്പൊ ഡിനോമിനേറ്റർ 125 ആണ്. അതിനെ എന്ത് ചെയ്യണം? എങ്ങോട്ട് മാറ്റണം? 10ന്റെ പവറിലോട്ട് മാറ്റണം. അപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, നമുക്ക് അറിയാം. 125-നെ എന്ത് ചെയ്യുക? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. നിങ്ങൾ നോക്കിയാൽ അറിയാം 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. 25 കിട്ടും. പഴയതുപോലെ 5 എന്ന് കിട്ടും. കണ്ടോ? 125-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 എന്ന് കിട്ടും. വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വീണ്ടും 5 എന്ന് കിട്ടും. വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നോക്കിയേ, അപ്പൊ എങ്ങനെയായിരുന്നു? 5 × 5 മുകളില് 1 വരും. ഇതിന്റെ തനി ആവർത്തനം തന്നെ വരുന്നത്. അവിടെ 2 5കളെ ഉള്ളായിരുന്നു. കണ്ടോ? 5 × 5. ഇവിടെ 3 എണ്ണം വന്നു. അപ്പൊ 3 2കൾ കൊടുക്കണം. അത്ര വ്യത്യാസമേ ഉള്ളൂ. മുകളിൽ എഴുതി. ഇനി താഴെ ഓരോരുത്തർക്കായിട്ട് കൊടുക്കും. 5 × 2. ഒരാൾക്ക് ഒരു ജോഡി കൊടുത്തു. പിന്നെ വീണ്ടും 5 × 2. അടുത്ത ആളുടെ പണിയും തീരുന്നു. പിന്നെ വീണ്ടും 5 × 2. അപ്പൊ മുകളിൽ എന്ത് കൊടുക്കണം? 3 2കൾ കൊടുക്കണം. 2 × 2. കണ്ടോ? അപ്പൊ എന്തോ വരും? മുകളിൽ 2 × 2 × 2 8 ആണ്. ഡിവൈഡഡ് ബൈ നോക്ക്, 5 × 2 10, ഒരു 10 ആയി. 5 × 2 10, 2 10 ആയി. 5 × 2 10, 3 10 ആയി. അപ്പൊ 3 10കൾ ഗുണിക്കുമ്പോ എന്ത് കിട്ടും? 1000 എന്ന് കിട്ടും. ഈക്വൽ ടു 8/1000. നോക്ക്, 1000-ന് 3 0 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഡെസിമൽ കഴിഞ്ഞ് 3 പ്ലേസ് വരത്തക്ക രീതിയിൽ ഇതിനെ മാറ്റണം. ഒരു സംഖ്യ ഇവിടെ ഉണ്ട് 8. പിന്നെ എത്രയും കൂടെ കൊടുക്കണം? 2 0 കൂടെ കൊടുക്കണം. 0.008 എന്ന് വരും. അപ്പൊ നമുക്ക് 3 ഭിന്നസംഖ്യകൾ കൂട്ടാനാ പറഞ്ഞിരിക്കുന്നത്. ഭിന്നസംഖ്യകൾ കൂട്ടാൻ വേറെ രീതിയിൽ നമുക്ക് അറിയാം. അത് ആലോചിക്കണം. ആ രീതിയിൽ ഞാൻ പോയില്ല. നമുക്ക് അറിയാവുന്ന രീതിയിൽ ഇങ്ങനെ തന്നതേ ഉള്ളൂ. നോക്ക്, 1/5 വരെ 0.2 കിട്ടി. 1/25 വരെ 0.004 കിട്ടി. അടുത്ത് 0.008 കിട്ടി. ഇത് 3 കൂടെ കൂട്ടാം നമുക്ക്. അപ്പൊ 1/5 പ്ലസ് 1/25 പ്ലസ് 1/125. ഇതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാൻ പറഞ്ഞേ? 0.2 പ്ലസ് അടുത്തത് 0.04 പ്ലസ് 0.04 പ്ലസ് അടുത്തത് 0.008. എടാ, ഇത് എങ്ങനെ കൂട്ടുന്നതെന്ന് അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എങ്ങനെ കൂട്ടേണ്ടത്? ഒന്നാമത്തെ ഭിന്നസംഖ്യ എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ 3 കൂടെ കൂട്ടുന്നത് നോക്കാം. ഒന്നാമത്തെ ഭിന്നസംഖ്യ എഴുതുക. ഏതാണ്? 0.2 ഒന്നാമത്തെ എഴുതി പ്ലസ്. എടാ, ഇനി അടുത്ത ഡെസിമൽ നമ്പർ 0.04 എങ്ങനെ എഴുതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ എഴുതേണ്ടത്? പോയിന്റ് താഴെ വരിക. കണ്ടോ? 04 കണ്ടോ? അടുത്ത സംഖ്യ എഴുതി. ഇനി അടുത്തത് 0.008 ആണ്. വീണ്ടും പോയിന്റ് താഴെ വരിക. 0 എഴുതുക, 8 എഴുതുക. കണ്ടോ? ഇനി ബാക്കിയുള്ളിടത്തെല്ലാം 0 കൊടുക്കുക. ഇവിടെ 0 കൊടുക്കുക, ഇവിടെ 0 കൊടുക്കുക, ഇവിടെ 0 കൊടുക്കുക. കൂട്ടുമ്പോ എന്ത് കിട്ടും പറഞ്ഞേ? 8 4 2 എന്ന് വരും. 0.0248 എന്ന് വരും. ആൻസർ എന്താണ്? 0.248. കണ്ടോ? അപ്പൊ 1/5 പ്ലസ് 1/25
25 പ്ലസ് 1/125 ആൻസർ 0.248 എന്ന് വരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1/5 പകരമുള്ള വില കണ്ടുപിടിച്ചു, 1/25 പകരമുള്ള വില കണ്ടുപിടിച്ചു, 1/125 പകരമുള്ള വില കണ്ടുപിടിച്ചു. ഇത് മൂന്നും കൂടെ കൂട്ടുന്നത് ഇങ്ങനെയാണ്. ഡെസിമൽ നമ്പേഴ്സ് ആഡിഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡെസിമൽ എന്ത് ചെയ്യുക, ഡെസിമൽ താഴെ വരത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്യുക. ബാക്കി ഫില്ലാവാതെ നടക്കുന്ന സ്ഥലങ്ങൾ എന്ത് ചെയ്യുക, പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക, ആഡ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എടാ അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ ആണ്, ചെറിയൊരു മാറ്റമേ ഉള്ളൂ. ഞാൻ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ചെയ്യാം. 1/5 പ്ലസ് 1/5 സ്ക്വയർ പ്ലസ് 1/5 ക്യൂബ് പ്ലസ് 1/5 റൈസ് ടു 4. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. സെയിം ക്വസ്റ്റ്യൻ ആണ്, പഴയതുപോലെ തന്നെ. നോക്കാം. 1/5 എന്ത് ചെയ്യണം? ആദ്യം ഇതിന്റെ സമ്മ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡെസിമൽ ഫോം അല്ലയോ? ഓരോന്നിന്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കുക. 1/5 എങ്ങനെ കണ്ടുപിടിക്കുക? നേരത്തെ പോലെ തന്നെ 5നെ എത്ര കൊണ്ട് ഗുണിക്കുക? 2 കൊണ്ട് ഗുണിക്കുക. മുകളിൽ 1നെ എത്ര കൊണ്ട് ഗുണിക്കുക? 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എന്ത് കിട്ടും? 2/10 എന്ന് കിട്ടും. 2/10ന്റെ വില എത്രയാണ്? 0.2 ആണ്. എടാ 1/5 സ്ക്വയർ ഒന്ന് നോക്കിയാണ്, ഒന്ന് ശ്രദ്ധിച്ചോണേ. 1/, ഈ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5 എന്നാണ്. കണ്ടാ, മനസ്സിലായോ? 5 × 5 ആണ് വന്നിരിക്കുന്നത്. എടാ എന്നാ പറഞ്ഞേ, ഈ 5 × 5ന്റെ കൂടെ ആരൊക്കെ കൊടുക്കേണ്ടത്? 5ന് കോമ്പിനേഷൻ ആയിട്ട് ആര് കൊടുക്കണം? 5ന്റെ ജോഡിയായിട്ട് ആരെ കൊടുക്കേണ്ടത്? 5ന്റെ കൂടെ 2 അല്ലേ കൊടുക്കേണ്ടത്? പറ. അപ്പൊ 2 2കളല്ലേ കൊടുക്കേണ്ടത്? ഒരു 2 കൊടുത്തു, പിന്നെ ഒരു 2 കൂടെ കൊടുക്കട്ടെ, ഒരു 2 കൂടെ ഇപ്പുറത്തോട്ട് കൊടുത്തു. അപ്പൊ മുകളിൽ എന്തോ വേണം? പറഞ്ഞേ, 2കൾ ഒന്നുകൂടെ കൊടുക്കുക. കണ്ടോ, പറഞ്ഞ മനസ്സിലായോ? 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5 ആണ്. 5 × 5നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ വീണ്ടും എന്താ 10ന്റെ പവറിലോട്ട് മാറ്റാൻ പറ്റും നോക്കാം. 5ന്റെ കൂടെ 2 ഗുണിച്ചു, വീണ്ടും 5ന്റെ കൂടെ 2 ഗുണിച്ചു. കണ്ടോ, മുകളിലും അത് ചെയ്തു. മുകളിൽ 4 കിട്ടും. ഡിനോമിനേറ്റർ നോക്ക്, 5 × 2 10, വീണ്ടും 5 × 2 10, 10 × 10 എത്രയാണ്? 100 ആണ്. പഴയതുപോലെ തൊട്ട് മുന്നത്തെ ക്വസ്റ്റിന് അത് തന്നെ 1/25 ആണ്. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. ആലോചിച്ചോണം. അപ്പൊ എന്ത് കിട്ടും? 0.04 എന്ന് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തൊട്ട് മുന്നേ പറഞ്ഞ അതേ മെത്തേഡ്. 1/5 ക്യൂബ്, അതിന്റെ ആൻസർ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. വീണ്ടും ചെയ്യണോ? ഞാൻ ചെയ്യാം. നോക്ക്, 1/, എന്ത് കിട്ടും? 5 × 5 × 5 എന്ന് കിട്ടും. പറ, 3 5കളുണ്ട്. കണ്ടോ, അപ്പൊ എന്ത് ചെയ്യണം? 3 2കളും കൂടെ കൊടുക്കുക. 2 × 2 × 2. കണ്ടോ, അപ്പൊ മുകളിൽ എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. × 2 × 2 × 2. മുകളിൽ എന്ത് വരും? 8 വരും. ഡിനോമിനേറ്ററിൽ എന്ത് വരും? പറഞ്ഞേ, ഡിനോമിനേറ്റർ എന്തായിരുന്നു? 5 × 2 10, ഒരു 10 ആയി. 5 × 2 10, ഒരു 10 കൂടെ ആയി, 2 10 ആയി. വീണ്ടും 5 × 2 10 തന്നെ വരും. ഗുണിക്കുമ്പോ എത്ര കിട്ടൂടാ? 1000 എന്ന് വരും. പറഞ്ഞ മനസ്സിലായോ? തൊട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ 4/100 ഒന്ന്, 8/1000 വന്നു. അപ്പൊ എന്ത് കിട്ടും? 0.08 എന്ന് വരും. ഡെസിമൽ കഴിഞ്ഞ് 3 പ്ലേസ് ആണ്, അങ്ങനെയല്ലായിരുന്നു. 0.008 എന്ന് വരും. ഡെസിമൽ കഴിഞ്ഞ് 3 പ്ലേസ് വരണം. ഒരു സംഖ്യ ഇവിടെ ഉള്ളു, 2 0 കൂടി കൊടുത്തു. ഇനി അടുത്ത് നോക്ക്, പറഞ്ഞേ 1/5 റൈസ് ടു 4. അപ്പൊ എങ്ങനെ എഴുതേണ്ട? 1/, പറ, എത്ര 5 ഉണ്ടെന്ന് പറഞ്ഞാൽ 5 റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ 4 5കൾ ഉണ്ടെന്നാണ്. 1 2 3 4 4 5കൾ എഴുതി. ഇനി ഇതിന്റെ കൂട്ടത്തിൽ ആരാ വരേണ്ടത്? 4 2കളെയാ കൊടുക്കേണ്ടത്. അപ്പൊ താഴെ മുകളിൽ 4 2കളും കൂടെ കൊടുക്കുക. 1 2 3 4. കണ്ടോ, അപ്പൊ മുകളിൽ എന്ത് കൊടുക്കണം? 4 2കൾ കൊടുക്കണം. 1 2 3 4. കണ്ടോ, മുകളിലും താഴെയും 4 വീതം 2കൾ കൊടുത്തു. കണ്ടോ, ഇപ്പൊ ഈക്വൽ ടു. പറഞ്ഞില്ല, താഴത്തെ കാര്യം ആദ്യം പറയാം. അപ്പൊ നോക്ക്, 5 × 2 10, ഒരു 10 ആയേ. വീണ്ടും 5 × 2 10, വീണ്ടും 10 ആയി, 2 10കളായി. വീണ്ടും 5 × 2 10, 3 10കളായി. വീണ്ടും 5 × 2 10, 4 10കളായി. എന്ന് പറഞ്ഞാൽ 5 റൈസ് ടു 4 4 5കൾ ഉണ്ടെങ്കിൽ 4 10കളും വരും. അപ്പോ എന്ത് കിട്ടും? 10 × 10 × 10 × 10 എത്ര കിട്ടും? ഇവിടെ 10 × 10 100 ആണ്. 100 × 10 100 × 10 1000 ആണ്. 1000 × 10 10000 എന്ന് പറയും. 4. ഇനി മുകളിൽ പറ, 2 × 2 4 ആണ്. 4 × 2 8 ആണ്. 8 × 2 16 ആണ്. പറഞ്ഞ എങ്ങനെ എഴുതാം? ഡിനോമിനേറ്ററിൽ 4 0 ഉണ്ട്. അപ്പൊ ഡെസിമൽ കഴിഞ്ഞ് 4 പ്ലേസ് വരണം. പറ, എങ്ങനെ എഴുതാം? ഡിനോമിനേറ്റർ 4 0, ഡെസിമൽ കഴിഞ്ഞ് 4 സ്ഥാനം. അതിൽ 2 സംഖ്യ ഇവിടെ ഉണ്ട്. അപ്പൊ 0 0 1 6. ഇനി ഇത് 3 കൂടെ കൂട്ടണം, സമ്മായിട്ട് എഴുതാം. എങ്ങനെ എഴുതാൻ പറഞ്ഞു? സമ്മായിട്ട് എഴുതുന്ന എങ്ങനെ? ഇതിങ്ങ് താഴോട്ട് എടുത്ത് എഴുതാം. ഈക്വൽ ടു. എങ്ങനെ എഴുതാം? പറ, 0.2 പ്ലസ് 0.04 പ്ലസ് അടുത്ത് 0.008 പ്ലസ് 0.0016.
16 അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. പഴയതുപോലെ എഴുതാം, മുകളിലോട്ട് എഴുതി കാണിച്ചു തരാം. ഓക്കെ, 0.2 എഴുതി പ്ലസ് അടുത്ത സംഖ്യ 0.04, പോയിന്റ് താഴെ എഴുതുക 0.04 കണ്ടോ. അടുത്തത് 0.08 കണ്ടോ, പോയിന്റ് താഴെ എഴുതി 0.08. വീണ്ടും 0.0016, പോയിന്റ് താഴെ എഴുതി 0.016 കണ്ടോ. ബാക്കിയുള്ളിടത്തെല്ലാം 0 ഇട്ട് കൊടുത്താൽ മതി, സംഭവം ഓക്കെ ആവും. 0.000. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ കൂട്ടുക. 6, 9, 4, 2.0 എന്തോരും 0.249 6 എന്ന് വരും. 0.2496 എന്നാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 5 സ്ക്വയർ 5 ക്യൂബ് 5⁴ എന്ന് കൊടുത്തിരിക്കുകയാണ്. 5, 25, 125, 625 എന്നാലും ഇതേ സംഭവം തന്നെയാണ്, ഒരു സ്റ്റെപ്പ് കൂടെ ഇടയ്ക്ക് വരും. അപ്പൊ 0.2496 എന്നാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇവിടെ ഇതേ സെയിം ക്വസ്റ്റ്യൻ വരണം തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബ്. വീണ്ടും ഞാൻ തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. 1/2ന്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കുക. 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2 എന്ന് എഴുതുക, 2 അഞ്ചുകളെ കൊടുക്കുക. പിന്നെ 1/2 ക്യൂബിന്റെ കണ്ടുപിടിക്കുക, 3 അഞ്ചുകൾ കൊടുക്കുക. അപ്പൊ ഇതൊന്നും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു, സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ഞാൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നവർക്ക് തന്നെ ഒരു ബോറിംഗ് ആയിട്ട് വരും. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വിടാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അവിടെ തൊട്ട് താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എ 2-digit number is divided by another 2-digit number gives this number. ഏതാ നമ്പർ? 5.875. ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്? 5.875. A 2-digit number is divided by another 2-digit number gives 5.875. Find the numbers. സംഖ്യകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടക്ക സംഖ്യ, ഏതോ ഒരു രണ്ടക്ക സംഖ്യ, അതിനെ ഏതോ ഒരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ആൻസർ എന്ത് കിട്ടിയെന്നാ പറഞ്ഞിരിക്കുന്നത്? 5.875. ക്വസ്റ്റ്യനാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലയോ? ആ ഡിവൈഡ് ചെയ്ത കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് ആൻസർ ഇടുന്നത്. 2 ഡിജിറ്റ് ആണ്, അത് പോട്ടെ. ആദ്യം നമുക്ക് ഏതെങ്കിലും രണ്ട് സംഖ്യകളെ ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 5.875 കിട്ടുമോ നോക്കാം. എന്തെങ്കിലും ഊഹം ഉണ്ടോ? ഇതൊരു ഡെസിമൽ നമ്പറാണ്. ഒരു നമ്പറിനെ വേറൊരു നമ്പർ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഒരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതാന്നല്ലയോ? ഇതിനാദ്യം നിങ്ങളൊന്ന് ഫ്രാക്ഷൻ ആയിട്ടൊന്ന് പറഞ്ഞു. 5.875നെ ഫ്രാക്ഷൻ ആക്കണം. പറഞ്ഞു എങ്ങനെ ഫ്രാക്ഷൻ ആക്കുന്നത്? അതായത് 5875 ഡിവൈഡ് ബൈ എത്രയെന്ന് എഴുതും? പറ. ഡെസിമൽ കഴിഞ്ഞ് ഇവിടെ 3 സംഖ്യയുണ്ട്. നമ്മൾ എന്താ പഠിച്ചത്? 1000-ന്റെ സ്ഥാനം വരെ ഉണ്ട്, അല്ലയോ? അപ്പൊ എന്ത് ചെയ്യണം? ഡെസിമൽ കളഞ്ഞിട്ട് 5875 എഴുതാം. ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം? 1000 എന്ന് എഴുതാം. ഓക്കെ ആണേ പറഞ്ഞത്. അപ്പൊ എനിക്ക് 2 ഡിജിറ്റ് നമ്പറിനെ വേറൊരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 5.875 പറഞ്ഞത്. ഞാനിപ്പോ ഒരു 4 ഡിജിറ്റിനെ ഒരു 4 ഡിജിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ ആൻസർ കിട്ടിയതായിട്ട് കണ്ടുപിടിച്ചു വെച്ചു. അത്രയെങ്കിലും ചെയ്തില്ലയോ? അങ്ങനെ ആലോചിക്കാം. ഇവിടെ ഇനി നമുക്ക് ഇതിനൊന്ന് ചെറുതാക്കണം, മുകളിലും താഴെയൊക്കെ ചെറുതാക്കാം. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മുകളിലുള്ള 5875നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്. അതായത് 5875നെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. 2 ഉണ്ടോ 3 ഉണ്ടോ 5 ഉണ്ടോ ഒക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ പോവാം. ഇവിടെ ഞാൻ ആദ്യം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ ഇതായിട്ട് 5875നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്രയാണ് നമുക്ക് നോക്കുമ്പോൾ അറിയാം. 1175 എന്ന ആൻസർ വരുന്നത്. നമ്മളൊന്ന് ചെയ്ത് നോക്കിയാ സംഭവം എത്രയാണ് ചെയ്ത് നോക്കിയാൽ. ഇവിടെ വീണ്ടും ഈ 1175നെ വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആൻസർ 235 എന്ന് വരും. ഇന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക സംഭവം ശരിയാണോ. ഞാൻ ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിച്ചത്? ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 5 ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വീണ്ടും എന്ത് ചെയ്യാം? വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 47 എന്നാണ്. ഓക്കെ, ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇനി ഏതെങ്കിലും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കിടക്കട്ടെ, അപ്പൊ കുഴപ്പമില്ല. ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിലും പ്രശ്നമില്ല, അങ്ങനെ കിടക്കട്ടെ. അപ്പൊ മുകളിലുള്ളതിനെ എനിക്ക് അപ്പൊ എങ്ങനെ എഴുതാം? 5875 പകരം 5 × 5 × 5 ×
47 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യാം? 1000 ഒന്ന് ചെയ്ത് നോക്കി. 1000 ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. 1000 ഡിവൈഡ് ബൈ 5 ചെയ്താൽ എത്ര കിട്ടും? 200 എന്ന് കിട്ടും അല്ലയോ? വീണ്ടും 5 ചെയ്യാം. എത്ര കിട്ടും? 40 എന്ന് കിട്ടും. വീണ്ടും 5 കൊണ്ട് ചെയ്താൽ എത്ര കിട്ടും? 8 എന്ന് കിട്ടും അല്ലയോ? ഓക്കെ, 1000 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 200 എന്ന് കിട്ടും. 200 വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 40 എന്ന് കിട്ടും. 40 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര? 8 എന്ന് കിട്ടും. ഇനിയും ഡിവൈഡ് ചെയ്യാം. എന്നാലും ഞാൻ കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ എഴുതുക. 5 ഇൻറ്റു 5 ഇൻറ്റു 8 എന്ന് എഴുതി. ഇവിടെ മുകളിലും 3 5 നിരന്ന് കിടക്കുക, താഴെയും നിരന്ന് കിടക്കുക. നമ്മൾ ഈക്വൽ ഫ്രാക്ഷൻ പറഞ്ഞാൽ മുകളിലും താഴെയൊക്കെ ഗുണിച്ചാൽ ഉത്തരം അതേ ഫ്രാക്ഷൻ ഈക്വൽ ഫ്രാക്ഷൻ ആയിട്ട് തന്നെ കിട്ടും, തുല്യ ഫ്രാക്ഷൻ. അപ്പൊ ഈ 5 എനിക്കും ഒഴിവാക്കി ബാക്കി ഇങ്ങനെ എഴുതാം. 47/8 എന്ന് കിട്ടും. അപ്പൊ ഞാൻ ആദ്യം നോക്കിയ ഒരു 4 ഡിജിറ്റ് നമ്പറിനെ വേറെ 4 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. എനിക്ക് അതല്ല വേണ്ടത്, 2 ഡിജിറ്റ് ആണ്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ചെറുതാക്കാൻ നോക്കി. ഇപ്പൊ ഇവിടെ വരെ വന്നപ്പോ നോക്കുമ്പോ ഒരു 2 ഡിജിറ്റ് നമ്പറിനെ വേറൊരു 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും എന്നുള്ള രൂപത്തിലെത്തി. എനിക്ക് 2 2 ഡിജിറ്റാണ് വേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി, എടാ മുകളിലും താഴെയും ഇരട്ടിക്ക് എടുക്കണം. അത് 47 ഇരട്ടി ഞാൻ എടുക്കും. 47 ഇരട്ടി എത്രയാ? 94 ആണല്ലോ. 8 ഇരട്ടി എത്രയാ? 16. 94 ഡിവൈഡഡ് ബൈ 16. അതെങ്ങനെ ചെയ്ത്? 47 2 കൊണ്ട് ഗുണിച്ചു, 8 എത്ര കൊണ്ട് ഗുണിച്ചു? 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ എത്ര കിട്ടി? 94 ഡിവൈഡ് ബൈ 16. അതായത് 94 ഒരു രണ്ടക്ക സംഖ്യയാണ്, 16 ഒരു രണ്ടക്ക സംഖ്യയാണ്. കണ്ടോ, ഒരു രണ്ടക്ക സംഖ്യ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ എത്ര കിട്ടി ആൻസർ? 875 എന്ന് പറയുന്നത് 94 ഡിവൈഡഡ് ബൈ 16 തുല്യമാണ് എന്ന് കണ്ടെത്തി. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, പറഞ്ഞു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ സെക്ഷന്റെ ഒരു ക്വസ്റ്റ്യൻ കഴിയും. ഇതുവരെ നമ്മൾ നിർത്തുന്നില്ല. ഇവിടെ നമ്മൾ ഇപ്പോൾ ഇത്രയും ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്ന് ചെറിയൊരു കൺക്ലൂഷൻ പറയാം. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ 10ന്റെ പവർ ആണെങ്കിൽ ആരുടെയും സഹായമില്ലാതെ ഈസി ആയിട്ട് നമുക്ക് അതിന്റെ എന്ത് കണ്ടുപിടിക്കാം? ഡെസിമൽ ഫോം കണ്ടുപിടിക്കാം. ഇവിടെ വരെ ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് മറിച്ച് നോക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അവിടത്തേക്ക് പ്രത്യേകത എന്താണെന്ന് നോക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. പ്രത്യേകത എല്ലാവരും കണ്ടുപിടിച്ചോ? ആരെയും കണ്ടുപിടിച്ചോ പ്രത്യേകത എന്താണെന്ന്? അവിടെ പ്രത്യേകത കണ്ടുപിടിക്കുമ്പോൾ ഞാൻ ഒരു 10-15 ക്വസ്റ്റ്യനും എല്ലാ ക്വസ്റ്റ്യന്റെയും ശ്രദ്ധിച്ചേക്കണം, എല്ലാ ക്വസ്റ്റ്യന്റെയും ഡിനോമിനേറ്ററിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2ഉം 5ഉം ആയിട്ടാണ് വരുന്നത്. 2കളും 5കളും മാത്രമേ വരത്തുള്ളൂ, വേറൊന്നും അതിനകത്ത് വരുന്നില്ല. കുറെ 2കള്, കുറെ 5കള്, 2ഉം 5ഉം മിക്സ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനും ഉണ്ട്. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ചെയ്തത്. അപ്പൊ ഒന്നാമത് 10ന്റെ പവർ ഡിനോമിനേറ്ററിൽ വന്നാൽ സൊല്യൂഷൻ ചെയ്യാൻ കുഴപ്പമില്ല. നമ്മൾ ഒരു നോട്ടായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു 10ന്റെ പവർ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. രണ്ടാമത് പറഞ്ഞ് പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ, ഘടകക്രിയ ചെയ്യുമ്പോൾ 2ന്റെയും 5ഉം, അതായത് 2ഉം 5ഉം മാത്രം ഇൻവോൾവ് ചെയ്യുന്ന വരുന്ന സംഖ്യകളാണ് ഡിനോമിനേറ്ററിലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം. എന്ത് ചെയ്യണം? 5ന്റെ കൂടെ 2നെ കൊടുക്കുക, 2ന്റെ കൂടെ 5നെ കൊടുക്കുക, തിരിച്ചു മറിച്ചോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഇനി 2ഉം 5ഉം ഒന്നും അല്ലാതെ പ്രൈം ഫാക്ടറൈസേഷനിൽ വേറെ എന്തെങ്കിലും വന്നാൽ എന്ത് ചെയ്യുമെന്ന് നമുക്ക് ആലോചിക്കാം. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഇവിടെ 1/3 3 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ഡിനോമിനേറ്റർ 10ന്റെ പവർ ആക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. 3 എന്നുള്ള നമ്പറിനെ 10 ആക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുക. 100 ആക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുക. 1000 ആക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുക. എടാ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ അറിയാം, ടേബിൾ പറയാം 3 × 3 9 വരുന്നത്, 10 വരത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ അറിയാം 3 × 33 99 വരും. 33 ഗുണം 3 എന്ന് പറഞ്ഞാൽ 99 വരും, 100 വരത്തില്ല. അതുപോലെ 333 ഗുണം 3 വന്നാലും 999 വരത്തുള്ളൂ, 1000 വരത്തില്ല. അങ്ങനെ മുന്നോട്ട് ഒരിക്കലും 10ന്റെ പവറായിട്ട് നമുക്ക് എന്തിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല? ഡിനോമിനേറ്റർ ആയ 3 എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞാൽ മനസ്സിലായോ? ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? 1000 ആക്കാനോ 100 ആക്കാനോ 10 ആക്കാനോ 10000 ആക്കാനോ പറ്റത്തില്ല. പറ്റത്തില്ലെങ്കിലും 1/3 ഒരു ഡെസിമൽ ഫോം ഉണ്ടല്ലോ. അപ്പൊ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആലോചിക്കാം. നിങ്ങൾ ആലോചിക്കേണ്ട എങ്ങനെയാണ്? 1/3 എന്ന ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ 10ന്റെ പവറായ ഏതെങ്കിലും ഫ്രാക്ഷന്റെ അടുത്താണോ നിൽക്കുന്നത്? അപ്രോക്സിമേഷൻ എന്നൊക്കെ പറയാം. ഏകദേശം ഒരു വിലയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. കറക്റ്റ് വില എന്നല്ലെങ്കിലും ഏകദേശം വില കണ്ടുപിടിക്കാം. എന്താ പറഞ്ഞത്? 1/3യുടെ അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ അതിന്റെ ഡിനോമിനേറ്റർ 10ന്റെ പവർ ആയിട്ടുണ്ടോ? ഡിനോമിനേറ്റർ 10ന്റെ പവറായ ഏതെങ്കിലും ഫ്രാക്ഷൻ 1/3യുടെ അടുത്ത് കിടപ്പുണ്ടോ നോക്കാൻ പോവാണ്. അപ്പൊ ശ്രദ്ധിച്ചോണേ, ഞാൻ ആദ്യം നോക്കാൻ പോകുന്നത് ഈ 1/3 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ അടുത്ത് ഡിനോമിനേറ്റർ 10 ആയ ഏതെങ്കിലും ഫ്രാക്ഷൻ ഉണ്ടോ എന്ന് നോക്കാൻ പോവാണ്. ഡിനോമിനേറ്റർ 10 ആയ ഏതെങ്കിലും ഫ്രാക്ഷൻ 1/3യുടെ അടുത്ത് കിടപ്പുണ്ടോ എന്ന് നോക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക. അതിന് ചെയ്യുന്നത്
ഞാൻ മുകളിൽ താഴെ ഓരോ 10 കൊണ്ട് ഗുണിക്കുന്നു. ഈ സ്റ്റെപ്പ് ശ്രദ്ധിച്ചോണേ. ഇതേ സ്റ്റെപ്പ് അങ്ങ് ഫോളോ ചെയ്താൽ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിന്റെ ഐഡിയ മനസ്സിലായില്ലെങ്കിലും ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്തും. ഐഡിയ മനസ്സിലാവുകയൊന്നും ഇല്ല. 1/3 അടുത്ത് കിടക്കുന്ന ഒരു ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പോകണം. ആ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ 10 ആണെന്ന് ഞാൻ വിചാരിച്ച് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പൊ മുകളിൽ 10 കൊണ്ട് ഗുണിച്ചു, താഴെ എത്ര കൊണ്ട് ഗുണിച്ചു? 10 കൊണ്ട് ഗുണിച്ചു. അപ്പൊ എങ്ങനെ എഴുതാം? 10/30 എന്ന് എഴുതാം. കണ്ടോ? ഓക്കെ, എടാ ഇതിൽ ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതുന്നു. 10/3 എന്ന് എഴുതുന്നു. ഇൻറ്റു കണ്ടോ, ഈ മുകളിലെ 10 ഡിവൈഡ് ബൈ 3 എഴുതുന്നു. ബാക്കി 1/10 എന്ന് എഴുതുന്നു. കറക്റ്റ് ആണോ നോക്കി? നേരത്തെ എഴുതി കറക്റ്റ് ആണോ നോക്കി? 10 കൊണ്ട് ഗുണിച്ചു മുകളിലും താഴെ. എന്നിട്ട് എന്ത് ചെയ്തു? ഈ 10 മുകളിലുള്ള 10 അടിയിലുള്ള 3 ഒരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതി, 1 10 മറ്റൊരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതി. ഓക്കെ ആണ്. എടാ പറഞ്ഞ ഈ 10 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതേ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞേ. അറിയാമോ കണ്ടുപിടിക്കാൻ? 10 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 3 × 3 9 റിമൈൻഡർ 1 കിട്ടും. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതുന്നത് 3 + 1/3 എന്ന് എഴുതും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻസർ 3 എഴുതുന്നു, 1/3 എഴുതുന്നു. കണ്ടോ? 3 × 3 + 1 ഡിവൈഡ് ബൈ 3 10/3 തന്നെ കിട്ടും. ഇൻറ്റു 1/10. അപ്പൊ എഴുതി മനസ്സിലായെന്ന് വിചാരിക്കും. ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? മുകളിലും താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതെന്തിനാ? ഡിനോമിനേറ്റർ 10 ആയ നമ്പറാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്തു? എന്നിട്ട് 10/3 ന്യൂമറേറ്ററിലെ 10 ഡിനോമിനേറ്ററിലെ 3 കൂടി ഇങ്ങോട്ട് മാറ്റി എഴുതി. 1/10 അങ്ങോട്ട് മാറ്റി എഴുതി. ഇനി എന്ന് പറഞ്ഞേ, ഇതിനെ ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ 3 + 1/3 1/10 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? 3 ആദ്യം 1/10 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എന്ത് കിട്ടും? 3 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. കേട്ടോ? 3 അംശത്തിലാണ് കിടക്കുന്നത്. ഈ അംശവും ഇവിടത്തെ അംശവും കൂടെ ഗുണിക്കുക. അപ്പൊ എത്ര കിട്ടും? 3. ഇവിടെ ഛേദം 1 ആണല്ലോ. ഈ 1 ഉം 10 ഗുണിക്കുമ്പോൾ 10. 3/10 പ്ലസ്. ഇനി അടുത്ത് ഇത് രണ്ടും കൂടെ ഗുണിക്കുക. കണ്ടോ? ഇവിടെ അംശത്തിൽ 1 അംശത്തിൽ 1 രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ 1 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഇവിടെ ഛേദത്തിൽ 3 ഇവിടെ ഛേദത്തിൽ 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഈ 10ൽ 3 ഇവിടെ ഇപ്പുറത്തുണ്ട്. അപ്പൊ എങ്ങനെ എഴുതാം? 1/3 മൈനസ് 3/10 എന്ന് പറയുന്നത് 1/30 എന്ന് കിട്ടും. ഇവിടെ വരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ മീനിങ് എന്താണെന്ന് ആലോചിച്ച് നോക്കി. ഈ 1/3 എന്ന് പറയുന്നത് നമ്പർ നമ്മുടെ കയ്യിരിക്കുന്ന നമ്പർ 1/3 3/10 തമ്മിലുള്ള ഡിഫറൻസ് ആയി എഴുതിയിരിക്കുന്നത്. 1/3 3/10 തമ്മിലുള്ള ഡിഫറൻസ്. ആ ഡിഫറൻസ് എത്ര ആയിട്ടിരിക്കുന്നത്? 1/30. ഈ 1/30 എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കുക. ഒരു സാധനത്തിന് ഒരു മുട്ടായിയെ 30 ഭാഗമാക്കണം. കണ്ടോ? 1നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു ചെറിയ സംഖ്യ ആയിരിക്കുമല്ലോ കിട്ടുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, 1/3 എന്ന് പറയുന്നത് നമ്മുടെ ഫ്രാക്ഷനും വേറൊരു ഫ്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ചെറുതാണ്. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ചെറുതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? രണ്ട് സംഖ്യകൾക്കിടയിലുള്ള വ്യത്യാസം ചെറുതാണ്, സംഖ്യ ചെറുതാണ് എന്ന് പറയുന്നത് ആലോചിച്ചൊക്കെ. 5 6 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 5 6 ഇടയിലുള്ള വ്യത്യാസം 1 കണ്ടോ? പക്ഷെ 5 100 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 95 അല്ലയോ? 5 100 തമ്മിലുള്ള വ്യത്യാസം 95, 5 6 തമ്മിലുള്ള വ്യത്യാസം 1 എന്ന് പറഞ്ഞാൽ 5 6 അടുത്ത് കിടക്കുന്നില്ല അതിനർത്ഥം. പക്ഷെ 5 100 നമ്മൾ നോക്കുമ്പോൾ അകന്നകന്ന കിടക്കുന്നത് അല്ലയോ? അതുപോലെ 1/3 3/10 അടുത്താണ് കിടക്കുന്നത്. നമ്മൾ അതാ കണ്ടുപിടിക്കാൻ പോയത്. 1/3 അടുത്ത് കിടക്കുന്ന ഒരു ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അതിന്റെ ഡിനോമിനേറ്റർ എത്രയായിരിക്കണം? 10 ആയിരിക്കണം. പറഞ്ഞ മനസ്സിലായോ? അതിനെന്ത് ചെയ്തു? മുകളിലും താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ചെറിയ അറേഞ്ച്മെന്റിലൂടെ അത് ഇങ്ങനെ എഴുതി വെച്ചു. അപ്പൊ 1/3 3/10 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഖ്യയാണ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ 1/3 എന്ന് പറയുന്നത് 3/10 അടുത്താണ് കിടക്കുന്നത്. ഓക്കെ ആണേ? ഇനി അതുപോലെ ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഞാൻ ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ്. ഞാനിപ്പോ ചെയ്തത് 1/3 അടുത്ത് കിടക്കുന്ന ഡിനോമിനേറ്റർ 10 ആയ ഫ്രാക്ഷൻ ആണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നു 1/3 അടുത്ത് കിടക്കുന്ന ഡിനോമിനേറ്റർ 100 ആയ ഫ്രാക്ഷൻ ഏതെന്ന് നോക്കുവാണ്. അപ്പൊ ഞാൻ ചെയ്തു നോക്കാം. 1/3 ഈക്വൽ ടു എടാ ഡിനോമിനേറ്റർ 10 ആയ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറയാം. മുകളിലും താഴെ 10 കൊണ്ട് ഗുണിച്ചു. ഇനി എത്ര കൊണ്ട് ഗുണിക്കാൻ പോവാണ്? 100 കൊണ്ട് ഗുണിക്കാൻ പോവാണ്. അപ്പൊ 1 × 100 ഡിവൈഡഡ് ബൈ 3 × 100. കണ്ടോ? ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണ്. കണ്ടോ? ഇവിടത്തെ 100 100 ഡിവൈഡഡ് ബൈ 3 × 1/100. കണ്ടോ? കറക്റ്റ് ആണ്. 100നെ ന്യൂമറേറ്ററിൽ 100 എഴുതി, ഡിനോമിനേറ്ററിൽ 3 എഴുതി. ഇവിടെ നോക്ക് 10/3 × 1/10. ഇവിടെ 100/3 × 1/100. കണ്ടോ? അപ്പൊ എങ്ങനെ ഈ 100നെ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കണം. പറ 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താക്കണം? മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുക. അപ്പൊ 3 3 9, വീണ്ടും 10 3 3 9, റിമൈൻഡർ 1. അതായത് 33 3 എഴുതാം. അപ്പൊ 33 +
1/1 ഇൻറ്റു 100 ഇൻറ്റു 1/100 എന്ന് എഴുതാം. കണ്ടോ? 33 പ്ലസ് 3/1 ഇൻറ്റു 1/100. ഇനി പഴയതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് പറഞ്ഞേ. എടാ ഇവിടെ എങ്ങനെ ചെയ്ത് 3നെ 10-1 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 33നെ 100-1 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എങ്ങനെ കിട്ടും? 33/100 കണ്ടോ? പ്ലസ് അടുത്ത പറ 3-1 100-1 കൊണ്ട് ഗുണിക്കണം. 1 × 1 1 1 പ്ലസ് 300 എന്ന് വരും. എങ്ങനെ 300 വരുന്നത്? 3 × 100 300. കണ്ടോ? പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇതിനെ ഇതുപോലെ എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം? 1/3 മൈനസ്, അപ്പൊ ഈ 33/100 ഇപ്പുറത്ത് കൊണ്ടുവരികയാണ്. 33/100 സമയം എത്രയെന്ന് കിട്ടും? 1/300 എന്ന് കിട്ടും. 1/300. അപ്പൊ ഞാൻ എന്തിനാ പോയത്? ഡിനോമിനേറ്റർ 100 ആയിട്ടുള്ള ഏതെങ്കിലും ഫ്രാക്ഷൻ 1/3യുടെ അടുത്ത് കിടപ്പുണ്ടോ നോക്കി. ഇതൊന്നും നോക്കിയടാ. ഞാൻ ഈ പെട്ടി വരച്ചിട്ട് സംഭവം നോക്കിയേ. നേരത്തെ പറഞ്ഞതുപോലെ 1/3യും 33/100 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1/300 ആണ്. നമ്മൾ 30-1 തന്നെ ചെറിയ സംഖ്യ. അപ്പൊ 300-1 എന്ന് പറയുന്നത് 1/300 എന്ന് പറയുന്നത് അതിലും ചെറിയ സംഖ്യ. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1/3 എന്ന് പറയുന്നത് ഏതിന്റെ അടുത്താണ് കിടക്കുന്നത്? 33/100ന്റെ അടുത്താണ് കിടക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു 1/3 എന്ന് പറയാൻ 3/10ന്റെ അടുത്താണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. വീണ്ടും പറയുന്നത് 1/3 എന്ന് പറയാൻ ഏതിന്റെ അടുത്താണ് കിടക്കുന്നത്? 33/100ന്റെ അടുത്താണ് കിടക്കുന്നത്. 33/100ന്റെ അടുത്താണ് കിടക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോ 10-3ന്റെ അടുത്താണ് കിടക്കുന്നത്. 100-33ന്റെ അടുത്തടുത്തടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നോക്കാം ഇനി. അപ്പൊ ഞാൻ ആദ്യം നോക്കി 10 ഡിനോമിനേറ്റർ 10 ആയ ഫ്രാക്ഷൻ അടുത്ത് കിടപ്പുണ്ടോ നോക്കി. ഡിനോമിനേറ്റർ 100 ആയ ഫ്രാക്ഷൻ അടുത്ത് കിടപ്പുണ്ടോ നോക്കി. ഇനി ഞാൻ നോക്കാൻ വേണം ഡിനോമിനേറ്റർ 1000 ആയ ഫ്രാക്ഷൻ കിടപ്പുണ്ടോ നോക്കും. ഇങ്ങനെ നോക്കി പോകുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഡെസിമൽ വാല്യൂ കിട്ടും. നോക്കാം. ഡിനോമിനേറ്റർ 1000 ആയ ഫ്രാക്ഷൻ ഇതിന്റെ അടുത്ത് കിടപ്പുണ്ടോ നോക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 1/3 = ഇവിടെ മുകളിലും താഴെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 10ന്റെ ഡിനോമിനേറ്റർ നോക്കാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 100 ആകുമ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 1000 ആകുമ്പോൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എന്ത് കിട്ടും? 1 × 1000 ഡിവൈഡഡ് ബൈ 3 × 1000. കണ്ടോ? നേരത്തെ പോലെ പറ. എന്ത് ഡിവൈഡ് ചെയ്യണം? 1000ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1000 ഡിവൈഡഡ് ബൈ 3. കണ്ടോ? ഇത് രണ്ടും കൂടെ ക്ലോസ്. പിന്നെ അപ്പുറത്ത് എന്ത് ചെയ്താ? ഇൻറ്റു 1/1000 എന്ന് എഴുതി. കണ്ടോ? ഇവിടെ 1000ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾ ചെയ്ത് നോക്കുക. 333 പ്ലസ് 3/1 കിട്ടും. 333 3/1 കിട്ടും. ഇൻറ്റു 1/1000. കണ്ടോ? ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം പറഞ്ഞേ? ഈ 1/1000ന് ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 331 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മുകളിൽ 331 വരും. ഡിവൈഡഡ് ബൈ 1000. കണ്ടോ? പ്ലസ് അടുത്ത പറ. ഈ 1000-1 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3/1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 1/3000 എന്ന് കിട്ടും. ഉണ്ടോ? വീണ്ടും ആ സംഖ്യ ചെറുതായിക്കൊണ്ടിരിക്കുക ഡിഫറൻസ്. അപ്പൊ നോക്കി ഡിഫറൻസ് ആയിട്ട് എങ്ങനെ എഴുതാം? 1/3 മൈനസ് 33/100 333/1000 ഈക്വൽ ടു 1/3000. ഇങ്ങനെ കിട്ടി. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് 1/3യും 333/1000 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഡിഫറൻസ് ചെറുതെന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വരുമെന്നാണ്. 5 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നില്ലേ നമ്മൾ പറഞ്ഞത്? 5ഉം 1000 തമ്മിലുള്ള ഡിഫറൻസോ 995. അത്രയും വലിയ ഡിഫറൻസാണ്. ഡിഫറൻസ് ചെറുതായി വരിക എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വരുമെന്നാണ്. ഇവിടെ 3/10ന്റെ അടുത്ത് വന്നു. പിന്നെ ഇവിടെ എത്ര വന്നു? 33/100ന്റെ വീണ്ടും അടുത്ത് വന്നു. ഇവിടെ 333/1000ന്റെ അടുത്ത് വരും. വീണ്ടും അടുത്ത ഏതായിരിക്കും വരുന്നത്? 3333/10,000. ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതായത് ഇവിടെ 3/10 33/100 333/1000 ഇങ്ങനെ പോകും. അടുത്തത് വരും 3333/10,000 ഇങ്ങനെയുള്ള എക്സെട്ര. ഇങ്ങനെയുള്ള സംഖ്യകൾ 3/1 വളരെ അടുത്തടുത്ത് വരുന്നു. ഗെറ്റ് ക്ലോസർ ആൻഡ് ക്ലോസർ എന്ന് പറയും. 3/10 33/100 333/100 etc. are get closer and closer to 1/3. 1/3 അടുത്തടുത്ത് വരുന്നു എന്ന് പറഞ്ഞാല് ഈ 10 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.3 ആണ്. കണ്ടോ? 0.3.
അതുപോലെ തന്നെ 0.33. അടുത്തത് 0.333. കണ്ടോ, ഇവിടെ 330 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഡെസിമൽ കഴിഞ്ഞ് 3 സ്ഥാനം. അടുത്തത് 0.3333 ഇങ്ങനെ പോകുന്നു, എക്സെട്രാ. ഈ സംഖ്യകൾ ഏതിനോട് അടുത്ത് വരുന്നു? 1/3 അടുത്ത് വരുന്നു. എടാ എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം 1/3 ഡെസിമൽ ഫോം എന്ന് പറയുന്നത് 0.3333 എക്സെട്രാ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതിവിടെ നിന്ന് മനസ്സിലാകണ്ടോ? 10ൽ 3നോടും 100ൽ 33നോടും അടുത്തടുത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ 0.3യോടും 0.33യോടും അടുത്തടുത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതാണ്. അടുത്ത് വരും, തൊട്ടടുത്തടുത്ത് വരുന്നു. ഇനിയിപ്പോ അടുത്ത് കാണാൻ നമുക്ക് അതിന്റെ ഡെസിമൽ വാല്യൂ എങ്ങനെ വരാം? അതിനോട് തുല്യമായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തടുത്ത് വരാൻ മീൻസ് അടുത്തടുത്തടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തടുത്ത് വന്ന് ഒരു സമയം എന്താ രണ്ടും തുല്യമാകും. 5, 6ന്റെ കാര്യം പറയുന്ന പോലെ ഇങ്ങനെ അടുത്തടുത്തടുത്ത് വന്നു ഒരിക്കലും അത് തുല്യമായിക്കൊണ്ടിരിക്കും. അപ്പൊ അതായത് 1/3 വരെ 0.3333 എക്സെട്രാ ഇങ്ങനെ പൊക്കോണ്ടിരുന്ന് അത് ആ വിലയോട് തുല്യമായിട്ടിരിക്കും. 0.3333 ഇങ്ങനെ എക്സെട്രാ പൊക്കോണ്ടേയിരിക്കും. ഇതിന്റെ വാല്യൂ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ മെത്തേഡ്. ആദ്യം നോക്കിയത് ഡിനോമിനേറ്റർ 10 ആയ ഏതെങ്കിലും ഫ്രാക്ഷൻ ഉണ്ടോ എന്ന് നോക്കി. അത് 0.3 ആണ്. കണ്ടോ, 3/10. ഡിനോമിനേറ്റർ 100 ആയ 33 ആണ്. അത് 0.33. ഡിനോമിനേറ്റർ 1000 പറഞ്ഞെങ്കിൽ 331,000 333 ഒന്നും. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ അതെല്ലാം 1/3 വാല്യൂവിന് അടുത്തടുത്ത് വരും. എന്ന് പറഞ്ഞാൽ 1/3 അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1/3 = 0.333 എക്സെട്രാ എന്ന് പറയുന്നത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള നമ്പേഴ്സ്, അതായത് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2ഓ 5ഓ അല്ലാതെ മറ്റു സംഖ്യകൾ വരും. നമുക്ക് ഡിനോമിനേറ്റർ 10ന്റെ പവറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സംഖ്യകളെ ചെയ്യുന്ന മെത്തേഡാണ് ഈ പറഞ്ഞത്. 10ന്റെ പവറായിട്ടുള്ള ഏതെങ്കിലും സംഖ്യയുമായിട്ട് അടുത്ത് വരുന്നുണ്ടോ എന്നും 100ന്റെ പവറായിട്ടുള്ള സംഖ്യയുമായിട്ട് അടുത്ത് വരുന്നുണ്ടോ എന്നും പരിശോധിക്കുന്നു. ആ പരിശോധന ഡെസിമൽ ഫോമിന്റെ അപ്രോക്സിമേറ്റ് കറക്റ്റ് വില ഇതല്ല. 0.333 അല്ല അതിന്റെ വില. ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. 0.33333 നമ്മൾ എത്ര എഴുതിയാലും അത് 1/3 അടുത്തടുത്ത് പൊക്കോണ്ടേയിരിക്കുന്നു. 1/3 എപ്പോഴെങ്കിലും എത്തുമായിരിക്കും. ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, അതാണ് ഇതിന്റെ മെത്തേഡ്. ഇപ്പൊ 1/3 ചെയ്താലും 1/6 ചെയ്താലും 2/3 ചെയ്താലും ഒക്കെ ഇതുപോലെ ചെയ്യണം. ഈ 3 സ്റ്റെപ്പ് ചെയ്യുന്നു. ഇടയിൽ നിങ്ങൾ വീണ്ടും ആദ്യം കാണാൻ ഇത് എന്തോ എല്ലാം കൂടെ ഒന്ന് ആലോചിക്കും. ഓക്കെ, അങ്ങനെ പ്രശ്നമില്ല. ഓരോ തവണ എഴുതുന്നത് മനസ്സിലാക്കി എഴുതാം. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് അറേഞ്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഡെസിമൽ നമ്മുടെ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി. അപ്പൊ അടുത്ത ക്ലാസ് ഇതിന്റെ ബാക്കിയുമായിട്ട് വീണ്ടും കാണാം.